മാതാവിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ കാണാൻ നിൽക്കുന്നത്. എപ്പോൾ വന്നതാ? ഞങ്ങൾ ഒരു 11 മണിയായപ്പോൾ വന്നതാണ്. 11 മണിയായപ്പോൾ. കൊല്ലം തന്നെയാണോ സ്ഥലം? കൊല്ലം തന്നെയാണ്. ഒരുപാട് സമയമായോ? 11 മണിക്ക് വന്നതാണ്. കണ്ടിട്ടേ അതാണ് അരുണ്യ. ആളുകൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ. VS-നെ ഇനി ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും VS എന്ന രണ്ടക്ഷരം മലയാളി എങ്ങനെയാണ് ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് കാണുകയാണ് കേരളം. അത്രത്തോളം ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് ഓരോരുത്തരും VS എന്ന വിപ്ലവകാരിയെ. നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുട്ടികളുമായിട്ടൊക്കെ നിരവധി ആളുകൾ നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എപ്പോൾ വന്നതാണ്? ഞങ്ങൾ നേരത്തെ തന്നെ വന്നതാണ്. രാത്രിയെ വന്നു. എത്ര മണിക്ക് വന്നേ? രാത്രിയെ വന്നതാ. അറിയാം. അപ്പൂപ്പൻ എന്നാ വിളിക്കുന്നത്. VS-നെ അറിയാമോ? ആരാണ് VS? വേറൊരു കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. VS-നെ അറിയാമോ? എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ VS-നെ കുറിച്ച്? പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് VS? VS ഒരു വലിയൊരു നായകൻ തന്നെയാണ്. ശരിക്കും എൻ്റെ മനസ്സിലൊരു നായകൻ തന്നെയാണ്. എപ്പോ വന്നേ? ഞങ്ങൾ രാത്രി 10 മണിയായപ്പോൾ വന്നു. 10 മണിക്ക് വന്നു. സമയം 3:30ആയി. മഴയുണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. കണ്ടിട്ടേ പോകൂ. അപ്പോൾ തീർച്ചയായിട്ടും അരുണ്യ, ഇവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇനി എത്ര സമയമായാൽ പോലും VS-നെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നാണ് ഓരോരുത്തരും പറയുന്നത്. അത്ര വലിയ ജനക്കൂട്ടം ഈ കാവനാടിൻ്റെ മണ്ണിലുണ്ട്. ഇനി ഇതിലും വലിയ ജനക്കൂട്ടമാണ് കരുനാഗപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ വരാനുള്ളത്. കരുനാഗപ്പള്ളിയിലും നമ്മളിപ്പോൾ അറിയുന്നതനുസരിച്ച് വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 4 മണി എത്തുന്നു. ഇനി കരുനാഗപ്പള്ളിയിലേക്ക് ഈ വിലാപയാത്ര എത്തുമ്പോൾ ഏതാണ്ട് 5 മണി, ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമെന്നാണ്. ഇനി ചവറയിലാണ് അടുത്ത വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിയ ആളുകൾ കാത്തു നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിലേക്ക് എത്തും, അതിനുശേഷം ഓച്ചിറയിലേക്ക് എത്തും, അതിനുശേഷം കായംകുളത്തേക്ക് എത്തും. അങ്ങനെ എല്ലാ ഇടങ്ങളിലും ആളുകളുടെ വലിയ ഒരു തിരക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുഷ്പങ്ങളുമായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമാണ്. ആ പ്രതികൂല കാലാവസ്ഥയിലും പ്രിയപ്പെട്ട വിപ്ലവ നായകനെ അവസാനമായി അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഓരോരുത്തരും. അരുണ്യ, അതുതന്നെയാണ് ഷമീർ. കാലാവസ്ഥ മാത്രമല്ല പ്രതികൂലം, വരുന്ന വഴിയും റോഡും ഒക്കെ വളരെയധികം പ്രതികൂലമാണ്. ആളുകൾക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു തരത്തിലല്ല ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ വികസനം, നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ. എന്നാൽ പോലും ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. VS എന്നുള്ള രണ്ടക്ഷരം, ആ പോരാളിയെ, ആ നായകനെ കാണാൻ വേണ്ടി. ഇപ്പോൾ ആ ഒരു ചെറിയ കുട്ടി പോലും പറഞ്ഞത് ഒരു നായകനാണ് മനസ്സിൽ എന്നുള്ളതാണ്. നേരിട്ട് VS-നെ കണ്ടിട്ടില്ല, എന്നാൽ പോലും തൻ്റെ മനസ്സിൽ തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞും മറ്റും കേട്ടുമുള്ള അനുഭവം വെച്ചിട്ട് ആ കുട്ടി പറയുകയാണ് ഒരു നായകനാണ് VS എന്നുള്ളത്. അത്രമാത്രം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ വളരെയധികം ഭാഗ്യമാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റി, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ജീവിക്കാൻ പറ്റി, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭാഗ്യമായി തന്നെ കരുതുകയാണ് ഈ ഒരു സമയത്ത്. അത്രമാത്രം വലിയൊരു നേതാവാണ് PS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിന് ഏറെ നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ആ വിലാപയാത്ര കടന്നു വരുന്ന കാഴ്ചയാണ്. കടന്നു വരുന്ന വഴിയിൽ പുഷ്പവൃഷ്ടി അടക്കം ഉണ്ട്. അദ്ദേഹത്തിന് അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു യാത്രാ മൊഴിയാണ് നൽകുന്നത്, വിടവാങ്ങലാണ് നൽകുന്നത് എന്നുള്ളതാണ്. നിരവധി ആളുകൾ വഴിയിൽ ആ വിലാപയാത്രയെ അനുഗമിച്ച് ബൈക്കിലടക്കം അനുഗമിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതുപോലെ ആളുകൾ വഴിയിൽ നിൽക്കുന്നുണ്ട് കാണുവാനായി. ഓരോരോ കേന്ദ്രങ്ങളിലെത്തി ബസ് ചെറുതായിട്ട് നിർത്തി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ആളുകൾക്ക് എല്ലാവർക്കും കാണുവാനും അന്തിമാഭിവാദ്യം അർപ്പിക്കാനുമുള്ള അവസരം നൽകുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിലൂടെയാണ് വിലാപയാത്ര കടന്നു പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി 9 മണിക്ക് ആലപ്പുഴ എത്തേണ്ട വിലാപയാത്രയാണ് ഇന്നിപ്പോൾ കൊല്ലം ജില്ലയിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത്.